Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിനിടയിൽ നടുത്തളത്തിൽ യുഡിഎഫിന്റെ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധം. ഒറ്റപ്പാലം നഗരസഭയ്ക്ക് കീഴിൽ ആവശ്യത്തിന് പരിശീലനം ലഭിച്ച ഡോഗ് ക്യാച്ചർമാർ ഇല്ലാത്തത് തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന് വൈസ് ചെയർമാൻ കെ രാജേഷ്. തെരുവുനായകളെ പിടികൂടുന്നതിനായി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ നഗരസഭയുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകാൻ തയ്യാറാണെങ്കിലും ഇതുവരെ ആരും സന്നദ്ധരായിട്ടില്ലെന്നും രാജേഷ് കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു. ഇത് നഗരസഭാ സെക്രട്ടറി മുഖേന ജോയിന്റ് ഡയറക്ടറെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡോഗ് ക്യാച്ചർമാരുടെ സേവനം ലഭ്യമാക്കാൻ ഉത്തരവായിട്ടുണ്ടെന്നും അതനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വൈസ് ചെയർമാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞു ആ നായ ഇറിഞ്ഞതാണ്, നായ അടിച്ചതാണ്, അതുകൊണ്ടാണ് നായ കടിച്ചത്. പിന്നെ ആളുകളെ മുഴുവൻ കടിക്കുക. അതിനുശേഷം ഈ നായയെ എവിടെയാണ് നായ എന്നതിനെ സംബന്ധിച്ചൊരു വിവരവും ഇല്ലാത്തൊരു സാധനം. ഈ രാത്രിയിലും വളരെ പ്രയാസപ്പെട്ട് ഒരു ക്യാപ്ചർ നമ്മൾ പ്രശ്നം ഇത് നായനെ പിടിക്കാനുള്ള ക്യാപ്ചർമാരില്ല. അവസാനം എന്ത് വേണമെങ്കിൽ തരാം, നിങ്ങളൊന്ന് വരൂ എന്ന് പറഞ്ഞു. വരുന്ന വഴിക്ക് പത്തിരിപ്പാല എത്തിയപ്പോൾ വണ്ടിയുടെ ഇന്ധനം തീരാണ്. അപ്പോൾ അവിടുന്ന് വിളിക്കുന്നത് പിന്നെ ഇന്ധനം അടിക്കാൻ, അത് വാഹനത്തിനാണോ മറ്റാണോ അറിയില്ല, ഇന്ധനം അടിക്കാൻ പത്തിരിപ്പാലയിൽ 500 രൂപ വേണം. ആ 500 രൂപയും കൊടുക്കുകയാണ്. കാരണം ഇതൊന്നിപ്പോൾ ഇവിടെ നിന്ന് നിയമപരമായി അത് വയലാവട്ടെ, എന്നിട്ട് പൈസ വരട്ടെ എന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ പേഴ്സണലായിട്ട് പോലും പണം കൊടുത്ത് ഈ ക്യാപ്ചറെ കൊണ്ടുവന്ന് രാത്രി തിരഞ്ഞ് കാണാതെ രാത്രി താമസ സൗകര്യം ഒരുക്കി കൊടുത്ത് പുലർച്ചെയാണ് ഇതിനെ പിടിക്കുന്നത്. ഇപ്പൊ ഇന്ന് ആ നായ ചത്തിരിക്കാം. അപ്പൊ വലിയ പ്രയാസം ഈ കാര്യത്തിലുണ്ട്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് സ്കൂളും ചുറ്റുവട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നായ ശല്യം ഒഴിവാക്കാൻ നമ്മൾ വ്യത്യസ്ത അഭിപ്രായം എല്ലാവർക്കും. നായ പിടിക്കണമെന്ന്, അക്രമകാരികളായ നായയെ പിടിക്കണം. അപ്പൊ ഇതിന്റെ ഭാഗമായി എല്ലാ നായ്ക്കളെയും ഒഴിവാക്കണം. അത് നമുക്ക് എങ്ങനെ വേണമെന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയും. ഇതെല്ലാം നമുക്ക് നാടിന് ആവശ്യമാണ്. നമ്മുടെ പരിസ്ഥിതി സന്തുലനാവസ്ഥ നിലനിർത്താൻ തെരുവ് നായ്ക്കളും അനിവാര്യമാണ്. പക്ഷെ അത് അക്രമകാരികളായി മാറുമ്പോൾ സ്വാഭാവികമായും അതിലില്ലാതാക്കും. അത് അക്രമകാരികളെ തന്നെയാണ് നമുക്ക് പിടിക്കാൻ വേണ്ടി കഴിയും. കൗൺസിൽ യോഗത്തിൽ തെരുവുനായ വിഷയത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിച്ച വിഷയങ്ങളിൽ മറുപടി പറയുകയായിരുന്നു കെ രാജേഷ്. അതേസമയം ഈ വിഷയത്തിൽ നഗരസഭാ സെക്രട്ടറി കൃത്യമായ മറുപടി നൽകിയില്ലെന്നാരോപിച്ച് യുഡിഎഫ് കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കൗൺസിൽ യോഗത്തിനിടെ സഭ നടുത്തളത്തിലിറങ്ങി പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം. തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുമ്പോഴും ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തെ തുടർന്ന് യോഗത്തിൽ നേരിയ സംഘർഷാവസ്ഥയും വാക്കേറ്റവും ഉണ്ടായി.